അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദമിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് നീ സുജൂദ് ചെയ്തില്ല എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് ഇബ്ലീസ് പറഞ്ഞത്, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യന് സുജൂദ് ചെയ്തുകൊണ്ട് അവനെ ആദരിക്കുക എന്നത് എൻ്റെ സ്ഥാനത്തിന് ചേർന്നതല്ല എന്നാണ്. ഇക്കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിൽ പഠിച്ച ആയത്തിൽ പറഞ്ഞത്. ഇബ്ലീസിന്റെ ഈ ധിക്കാരത്തിന്റെ പേരിൽ അള്ളാഹു അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി ലോകാവസാനം വരെ ശപിക്കപ്പെട്ടവനായി ജീവിക്കാൻ വിട്ടു. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ശപിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇബ്ലീസ് കൂടുതൽ ധിക്കാരിയായി. എന്നെ ലോകാവസാനം വരെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് ഇബ്ലീസ് അള്ളാഹുവിനോട് അപേക്ഷിക്കുകയും അള്ളാഹു അവൻ്റെ ആവശ്യം അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് ഇബ്ലീസ് ശപഥം ചെയ്തു പറഞ്ഞു, നീ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ മനുഷ്യരിൽ അധിക ആളുകളെയും സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹതയില്ലാത്തവരാക്കി ഞാൻ മാറ്റുക തന്നെ ചെയ്യുമെന്നാണ് അവൻ ശപഥം ചെയ്തത്. ഇക്കാര്യങ്ങൾ പറയുന്ന 34 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. ഖാല ഫഖ്റുജ് മിൻഹ ഫഇന്നക റജീം. അപ്പോൾ അള്ളാഹു പറഞ്ഞു, എങ്കിൽ നീ ഇതിൽ നിന്ന് പുറത്തു പോവുക, തീർച്ചയായും നീ ആട്ടിയകറ്റപ്പെട്ടവനാകുന്നു. ഖാല, അള്ളാഹു പറഞ്ഞു, ഫഖ്റുജ്, എങ്കിൽ നീ പുറത്തു പോകുക, മിൻഹ, ഇതിൽ നിന്ന്. ഇതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന്. സ്വർഗത്തിലായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. ഫഇന്നക റജീം, തീർച്ചയായും നീ ആട്ടിയകറ്റപ്പെട്ടവനാണ്, ശപിക്കപ്പെട്ടവനാണ്, എല്ലാ നന്മകളിൽ നിന്നും അകറ്റപ്പെട്ടവനാണ്. നാം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നത് എല്ലാ നന്മകളിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട ശൈത്താനെ ഞങ്ങളോട് അടുപ്പിക്കരുത് അള്ളാഹുവേ എന്ന അർത്ഥത്തിലാണ്. വീണ്ടും അള്ളാഹു പറയുന്നു, വ ഇന്ന അലൈക ലഅനത ഇലാ യൗമിദ്ദീൻ, തീർച്ചയായും വിചാരണ നാൾ വരെ നീ ശപിക്കപ്പെട്ടവനാണ്. വിചാരണ നാൾ വരെ നിന്റെ മേൽ ശാപമുണ്ട് തീർച്ച. ജനങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന ദിവസം വരെ, ജനങ്ങൾക്ക് രക്ഷാശിക്ഷകൾ വിധിക്കുന്ന നാൾ വരെ, അതായത് ഇപ്പോൾ അള്ളാഹു ശപിച്ചിട്ടുള്ള ഈ ശാപം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി എല്ലാ നന്മകളിൽ നിന്നും അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ ശാപം അത് അന്ത്യനാൾ വരെ, വിചാരണ നാൾ വരെ തുടരും. അത് കഴിഞ്ഞാൽ പിന്നെ ഇബ്ലീസിന്റെ സങ്കേതം നരകമായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ശപിക്കപ്പെടുകയും ചെയ്തതോടെ ഇബ്ലീസിന്റെ ധാർഷ്ട്യം വർദ്ധിച്ചു. ഖാല, അവൻ അപേക്ഷിച്ചു, അവൻ അള്ളാഹുവിനോട് അപേക്ഷിച്ചു, റബ്ബി, എൻ്റെ റബ്ബേ, ഫഅൻളിർനി, എങ്കിൽ നീ എനിക്ക് അവസരം തരിക, എന്നെ നീ വൈകിപ്പിക്കുക, ഇലാ യൗമി യുബ്അസൂൻ, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതുവരെ, അന്ത്യനാൾ വരെ എന്നെ ജീവിക്കാൻ അനുവദിക്കുക എന്ന ആവശ്യമാണ് ഇബ്ലീസ് ഇതിലൂടെ അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നത്. ഖാല, അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഫഇന്നക മിനൽ മുൻളരീൻ, ശരി, തീർച്ചയായും നിനക്ക് അവസരം നൽകിയിരിക്കുന്നു, ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം, സമയം നിർണയിക്കപ്പെട്ട നാൾ വരെ. ഇലാ യൗമി, ദിവസം വരെ, അൽ വക്തി, സമയം, അൽ മഅലൂം, നിർണയിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ വരെ. അതായത് ഓക്കെ, അന്ത്യനാൾ വരെ നിനക്ക് മരണമില്ല, അതുവരെ നിന്നെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നു. ഖാല, അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, ബിമാ അഗ്വൈതനി, നീ എന്നെ വഴി പിഴച്ചവനാക്കിയല്ലോ, അതുകൊണ്ട് ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി, അവർക്ക് ഞാൻ ഭൂമിയിലെ കാര്യങ്ങൾ ആനന്ദകരമായി, അലങ്കാരമായി തോന്നിക്കും. ഭൂമിയിലെ രസങ്ങളും ആനന്ദങ്ങളും മാത്രം ആസ്വദിക്കുന്നവരായി ആനന്ദലഹരിയിൽ അധാർമിക ജീവിതം നയിക്കുന്നവരാവാൻ അവരെ ഞാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും. വല ഓഹവിയന്നഹും അജ്മഈൻ, അങ്ങനെ അവരെയൊക്കെയും ഞാൻ വഴിതെറ്റിക്കും. ഈ മനുഷ്യരെ ആദരിക്കാത്തതിൻ്റെ പേരിലാണല്ലോ എന്നെ നീ വഴിതെറ്റിച്ചത്, അതുകൊണ്ട് അതിനു പകരമായി ഞാൻ അവരെ എല്ലാവരെയും വഴിതെറ്റിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇബ്ലീസ് പറയുന്നത്. അള്ളാഹു ഇബ്ലീസിനെ വഴിതെറ്റിച്ചിട്ടില്ല. പിന്നെ എന്താണ് അള്ളാഹു വഴിതെറ്റിച്ചു എന്ന് പറയുന്നതിലൂടെ എന്താണ് ഇബ്ലീസ് ഉദ്ദേശിക്കുന്നത്? നീ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി നന്മയിൽ നിന്ന് അകറ്റിയില്ലേ, അതുപോലെ അതിന് കാരണക്കാരായ ഈ മനുഷ്യരെയൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹതയില്ലാത്തവരാക്കി, നന്മയിൽ നിന്ന് അകറ്റപ്പെട്ടവരാക്കി മാറ്റാൻ ഞാൻ പരമാവധി നോക്കും എന്നാണ് ഇതിലൂടെ ഇബ്ലീസ് പറയുന്നത്. ഇല്ല ഇബാദക മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്റെ ചില അടിയാറുകൾ ഒഴികെ, മനുഷ്യരുടെ കൂട്ടത്തിലെ നിന്റെ ചില അടിയാറുകളെ, നിന്റെ ചില അടിമകളെ എനിക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട, നിന്റെ നിഷ്കളങ്കരായ നല്ലവരായ ചില അടിമകളെ എനിക്ക് പിടിക്കാൻ കിട്ടിയില്ലെന്ന് വരാം. എന്നാൽ ബാക്കി അധിക മനുഷ്യരെയും
ഞാൻ ദുർമാർഗത്തിൽ വഴി നടത്താൻ പരമാവധി ശ്രമിക്കുമെന്ന് ശപഥം ചെയ്യുകയാണ് ഇബ്ലീസ്. അതിന് അള്ളാഹു മറുപടി പറയുന്നതാണ് തുടർന്ന് വരുന്നത്. അത് നാളെ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.